സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തട്ടമിട്ട ഒരു മുഖം, എവിടെയോ ഒരു കുഞ്ഞു പ്രണയമുണ്ട്. ഒരു അവിഭാജ്യമായ ഘടകമാണ് ഇതിൻ്റെ. അതൊരു ഡിസ്കഷൻ ഒരു ക്ലൈമാക്സിലെത്തുമ്പോൾ ചിലർ ബഹുജനം പലവിധം നിയന്ത്രണം വിട്ടുപോകും. ഭാര്യ അറിഞ്ഞിട്ടാണോ ഈ ജീവിതത്തിലോട്ട് വന്നത്? അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഭാര്യ വഞ്ചിക്കപ്പെട്ടു. ആദ്യത്തെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് അത് രാഷ്ട്രീയ പാർട്ടി രണ്ടായി മാറിയതിൻ്റെ പേരിൽ കല്യാണം മാറിപ്പോകുന്നു. വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നു. സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കോളേജിൽ പോയി തിരിച്ചു വന്നിട്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ബിസിനസ് തുടങ്ങി. ബിസിനസ് ഫ്ലറിഷ് ചെയ്ത് വളരെ ബിസിയായിട്ട് പ്രിൻസിപ്പൽ ചെയർമാനായി 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ മലപ്പുറത്ത് എം എൽ എ ആയി 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മന്ത്രി അതുമ്പോൾ അസംബ്ലി പാർട്ടി ലീഡറായി. ഈ ചെറുതായിരിക്കുന്ന സമയത്ത് ഇപ്പം 4 വയസ്സിൽ വാപ്പ മരിക്കുക, അതിനുശേഷം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മ പോയി. അപ്പം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരേണ്ടി വന്ന ഒരാളാണ് താങ്കൾ. അതിനെക്കുറിച്ചൊന്നും ഒരു സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കഴിഞ്ഞു പോയി. നാട്ടുകാരുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ അനാഥത്വമൊന്നും അറിഞ്ഞിട്ടില്ല. മയിലെത്തി കണ്ണു നിറച്ചൊന്നു കണ്ടില്ല, മിണ്ടി പറഞ്ഞു തുടങ്ങിയില്ല. കണ്ണു നിറച്ചൊന്നു കണ്ടില്ല, മിണ്ടി പറഞ്ഞു തുടങ്ങിയില്ല. മുത്തോരു ചൊല്ലണ കേട്ടിട്ട് മണ്ട കുനിച്ചു കൊടുത്തില്ലേ, മുത്തോരു ചൊല്ലണ കേട്ടിട്ട് മണ്ട കുനിച്ചു കൊടുത്തില്ലേ. വന്നെത്തി എങ്ങാണിത്, വന്നെത്തി എങ്ങാണിത്, പറഞ്ഞതാ എന്താണിത്, എങ്ങോട്ടിത്, ആരാണിവൻ, ആരാരിവർ, എന്താണിത്. ഒരു നോമ്പ് കാലത്ത് 27ാമത്തെ ദിവസം ആ രാവിലെ ഏറ്റവും നല്ല സമയത്താണ് ഇദ്ദേഹം ജനിച്ചതെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, അഭിപ്രായം, അതുപോലെ തന്നെ വാക്ചാതുരി, ഇതൊക്കെ മലയാളിക്ക് പരിചിതമാണ്. പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇന്ന് നമുക്കൊപ്പമുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, യൗവനം, 70കൾ കഴിഞ്ഞുള്ള യൗവനം, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞാപ്പയാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഞാനീ പറഞ്ഞ ശരിയല്ലേ? ഒരു ഏറ്റവും നല്ല ദിവസം ജനിച്ച ഒരാളാണെന്നാണ് അങ്ങയെക്കുറിച്ച് പറയുന്നത് അല്ലേ? അത് ഒരു നോമ്പ് 27ാം രാവാണ് എന്നുള്ളത് ശരിയാണ്. വിശ്വാസപ്രകാരം അത് നല്ല ദിവസം തന്നെയാണ്. അസറിന്റെ സമയം, അറബി. അതെ. നോമ്പ് 27ാം രാവിന് അസറിന്റെ സമയം, അതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. കാരണം അന്ന് വീട്ടിലുള്ള ആളുകൾ പറയുകയും അത് പിന്നീട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് കാര്യമാണ്. അപ്പോൾ അത് നല്ലൊരു ദിവസമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും വിശേഷം ഉണ്ടോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇപ്പം പറയുന്നൊരു കാര്യമുണ്ട്, മമ്മൂക്കയെ കുറിച്ച് പറയാറുണ്ട്, ഏജ് ഇൻ റിവേഴ്സ് ഗിയർ. അതുപോലെ രാഷ്ട്രീയത്തിൽ പറയുന്ന ഒരാളാണ് കുഞ്ഞാപ്പ. ഏജ് ഇൻ റിവേഴ്സ് ഗിയറാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിക്കുമോ? അല്ല, അതിനോട് യോജിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് യോജിക്കാൻ പാടില്ലല്ലോ. യോജിക്കണമല്ലോ. അല്ല, ഞാൻ എന്താ വെച്ചാൽ അല്പം ഈ എന്താ പറയുക, ഏജ് നമ്മളെ പ്രത്യക്ഷത്തിൽ അഫക്റ്റ് ചെയ്തു എന്ന് ആർക്കും തോന്നാത്ത വിദ്യകൾ, എക്സർസൈസ്, ബാക്കി കാര്യങ്ങൾ, അതൊക്കെ മേക്കപ്പ് ഇല്ല, എക്സർസൈസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, യോഗ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ജനിച്ചു വീണ വീട് പറഞ്ഞു, പക്ഷേ ഈ വീട്ടിലല്ല ജനിച്ചു വീഴുന്നത് വലിയൊരു തറവാട്ടിലാണ്. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ജനിച്ചു വീണ സ്ഥലത്ത് മത്സരിക്കുന്ന സ്ഥലത്തൊരു വീട് വെച്ചത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ കഥ എങ്ങനെയാണ്? അപ്പോൾ തറവാട് പഞ്ചായത്തിലാണ്, ഇതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ പാണക്കാട് വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. പാണക്കാട് വാർഡിലാവുമ്പോൾ അറിയാലോ, വലിയ തങ്ങളുണ്ടായിരുന്ന കാലത്ത്, ശിഹാബ് തങ്ങളുണ്ടായിരുന്ന കാലത്ത് ആ വാർഡിൽ മത്സരിപ്പിക്കാനും മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാക്കും മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഒരു പ്രോബ്ലം വന്നു, വീട് പഞ്ചായത്തിലാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വീട് കെട്ടാൻ നോക്കിക്കണ സമയമാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ വീട് മുനിസിപ്പാലിറ്റി കെട്ടിക്കോ. പ്രശ്നം തീർന്നല്ലോ. പക്ഷെ പിന്നെ തിരിച്ചു പോയില്ല. ഒരു കൊല്ലം മുനിസിപ്പാലിറ്റി ഇലക്ഷൻ്റെ ഒരു കൊല്ലം മുമ്പ് തന്നെ വീട് പണി. ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കൃത്യസമയത്ത് രാവിലെ എഴുന്നേക്കും, രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ പോകും, അത് എന്ത് പ്രശ്നമാണെങ്കിലും അതുപോലെ നോക്കും. അതുപോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നടക്കും, ഫാം ഹൗസിൽ പറ്റുന്ന സമയത്തൊക്കെ പോവും, ഉച്ചയ്ക്ക് വളരെ കൃത്യമായിട്ട് ഉറങ്ങും. ശരിക്കും ഇത്രയും ഓർഗനൈസ്ഡ് ആണോ അതോ ആളുകൾ പറയുന്നത്? അല്ലല്ല, ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ്. ആരോപണങ്ങളല്ല, അപ്പോൾ അതൊക്കെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ പോവും എന്ന് പറഞ്ഞത് കറക്റ്റാണ്.
ഞാനെപ്പോഴും അതേക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ തമാശ പറയാറുണ്ട്. ഇലക്ഷന് മത്സരിക്കുന്ന കാലത്ത് ജയിക്കുന്നതും തോൽക്കുന്നതും ഞാൻ അറിയാറില്ല. കാരണം എന്താ വെച്ചാൽ കൗണ്ടിങ് ഉച്ചയും റിസൾട്ട് വരും. ഗവൺമെൻറ് പോയതും ഞാൻ അറിഞ്ഞിട്ടില്ല, ഗവൺമെൻറ് വന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല പലപ്പോഴും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും വർഷം നീണ്ട ജീവിതത്തിൽ ഒരൊറ്റ ഉച്ചയ്ക്ക് മാത്രം ഉറങ്ങിയിട്ടില്ല എന്നല്ലേ? ഒരു ഉച്ച ദിവസം മാത്രം ഉറങ്ങിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കോളിളക്കങ്ങൾ ഉണ്ടായ ഒരു തവണ മാത്രം അല്ല, തീരെ ഉറങ്ങാൻ പറ്റാത്ത അത് അന്ന് ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ലോകം കണ്ട ദിവസമാണ്. തീരെ ഉറങ്ങാൻ പറ്റാതെ പോയ ദിവസങ്ങളുണ്ട്. യാഥാർത്ഥ്യം മറിച്ച് വെച്ചുകൂടല്ലോ. പോയ ദിവസങ്ങളുണ്ട്. പക്ഷേ 99% ഉറങ്ങിയിരിക്കും എന്നേ പറയത്തുള്ളൂ. അവിടെ ഈ പിന്നെ ഒരാളുടെ ഭൂരിപക്ഷത്തിന് ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഇപ്പോൾ ക്രൈസിസ് വന്ന ആ സമയത്ത് അതാണ് അതിന് പബ്ലിസിറ്റി കിട്ടിയത്. ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല. അതുപോലെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്ത് കാര്യത്തിലാണ് അവരെപ്പോഴും വെള്ള ഇടുന്നത്? അതൊരു വശം. രണ്ടാമത്തെ വശം, പാവങ്ങൾ അവരെന്നും ഈ വെള്ള ഇടുമ്പോൾ അവർക്ക് നമ്മളെപ്പോലത്തെ കളർഫുൾ ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഒരു ആഗ്രഹം വരത്തില്ലേ എന്നൊക്കെയുള്ള ചിന്ത. അപ്പോൾ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരന് ഈ വെള്ളയോട് അങ്ങനെ ഒരു മമത, അതുപോലെ തന്നെ വേറെ ഡ്രസ്സുകളും സ്റ്റൈലുകളും പരീക്ഷിക്കാനുള്ള ആഗ്രഹം, ഇതൊക്കെ ഉണ്ട്? അല്ല, എൻ്റെ പഴയ പിന്നെ കാലം ഒന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. ഒക്കെ നല്ല പുള്ളിയും കള്ളിയും ഒക്കെയാണ്. ഞാൻ വെള്ളയും ഇട്ട് നടക്കാറേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എന്നോട് സാദൃശ്യമില്ല കഥാപാത്രങ്ങളൊക്കെ വല്ല സിനിമയിലും ഒക്കെ വരുമ്പോൾ വരെയാണ്, കള്ളിയാണ്. ഞാനിടുന്ന കള്ളികൾ പിന്നെ എല്ലാവരും അന്ന് എടുത്തു പറയുമായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളയല്ല. അപ്പോൾ അടുത്ത കാലത്താണ് ഒന്ന് ലൈറ്റായത്. ഇന്ന് പോലും ഇപ്പോൾ ലൈറ്റാണല്ലോ. പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നി ഇനിയിപ്പോൾ ഒരുപാട് കളർഫുൾ ആവണ്ടാതെ ഇത് മതി, ഇത് സെറ്റായത്. ഇപ്പോൾ സിനിമയിൽ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ ട്രോളുകൾ വരുന്നു. പണ്ടാണെങ്കിൽ കാർട്ടൂണുകൾ എല്ലാമായിട്ട് പത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ വരായിരുന്നല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഈ ജീവിതത്തിനിടയിൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും അവനൊക്കെ ഓരോന്ന് വരച്ച് വെച്ചേക്കുന്നു എന്നൊക്കെയുള്ള ചിന്ത വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തിനെന്നെ ഇങ്ങനെ പോർട്രേ ചെയ്തേന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ടോ? പിന്നെ ഭയങ്കര ദേഷ്യം വന്ന സമയമൊക്കെ ഉണ്ട്. റിയാക്ട് ചെയ്യുമോ? റിയാക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് MLA ആകുമ്പോൾ ഞാൻ എൻ്റെ കാറിൽ ഞാൻ തന്നെ ഓടിക്കുന്നത്, ഓടിച്ചു പോവുമായിരുന്നു. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ BM ഗഫൂറിൻ്റെ കാറ് മുമ്പിലുണ്ട്. ഞാൻ ഓവർടേക്ക് ചെയ്ത് കുറച്ചങ്ങ് പോയി. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ BM ഗഫൂറിൻ്റെ കാറ് വന്നിട്ട് എൻ്റെ കാറിന് ഇടിച്ചു. ഇതിന് മക്കളൊക്കെ ഉണ്ടല്ലോ എപ്പോഴും, അത് എപ്പോഴും കഥ പറയുമായിരുന്നു. ഇടിച്ചു. അപ്പം ഞാൻ പിന്നെ അവർ നമ്മളെ വന്ന് ഇടിച്ചതല്ലേ എന്നുള്ള നിലക്ക് ഞാൻ ഇറങ്ങിയിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ലയെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഒരു കാർട്ടൂൺ, ഭരണകക്ഷി MLA കാറിടിച്ച് അദ്ദേഹത്തിനെ ബൈക്കാക്കിയിട്ട് പോണ ഒരു കാർട്ടൂൺ. ജനങ്ങൾക്ക് അപ്പം എനിക്ക് അഹങ്കാരം എൻ്റെ ധിക്കാരം എന്നല്ല ആളുകൾ വിചാരിക്കുക. പിന്നെ ഞങ്ങൾ വലിയ ഫ്രണ്ട്സായി. അതുപോലെ ഇപ്പം വെള്ളയാണ് ഇടുന്നതെങ്കിലും താങ്കളുടെ പ്രത്യേകതയായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരെണ്ണം. ഒന്ന് വണ്ടികളോടുള്ള ഇഷ്ടം, പിന്നെ തോട്ടം. വണ്ടികൾ അത് ചെറുപ്പത്തിൽ തൊട്ട് വലിയ ക്രേസായിരുന്നു. അന്ന് ഞാൻ സ്കൂൾ പോകുമ്പോൾ, കോളേജിൽ പോകുന്ന കാലത്തൊട്ട് വീട്ടിൽ വണ്ടിയുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആയിട്ട് വണ്ടി, തറവാട്ടിലെ വണ്ടിയോ അല്ലെങ്കിൽ ബന്ധുക്കാരെ വണ്ടിയോ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സ്വന്തമായിട്ട് വണ്ടി വന്നു. ആ വണ്ടിയൊക്കെ വന്ന കാലത്ത് അന്ന് ഇതേമാതിരി ഇഷ്ടമുള്ള മോഡൽ കിട്ടുമൊന്നുമില്ല. ആ വണ്ടിയൊക്കെ നമ്മൾ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതിൻ്റെയൊക്കെ ബോഡിയുടെ ഷേപ്പ് മാറ്റും. മോഡിഫൈ ചെയ്ത വണ്ടികളേ ഉള്ളൂ. പല കാറുകളായിട്ട് പിന്നെ അത് മോഡിഫൈ ചെയ്ത് കോയമ്പത്തൂർ കൊണ്ടുപോയി എല്ലാത്തിനും സീറ്റൊക്കെ മാറ്റി നല്ല ഗമയിൽ പല ജാതി ഫിറ്റിംഗ് ആയിട്ട് ഒരു ഇറക്കലാണ്. സൈലൻസറൊക്കെ പൊട്ടി ഇങ്ങനെ ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ കാണുന്ന വളരെ പക്വമായി സംസാരിക്കുന്ന, മിതമായി സംസാരിക്കുന്ന നേതാവിന് പണ്ട് കാർ ക്രേസ് പണ്ടേ ഉണ്ടായിരുന്നു. ഈ കാറുകളിൽ ഒരു കാറിൽ നമുക്ക് തോട്ടത്തിലേക്ക് ഒരു യാത്ര ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോട്ടത്തിലേക്ക് ഒരു യാത്ര പോകാം. കാരണം തോട്ടം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പച്ചക്കറിയും മയിലും എല്ലാം ഉണ്ട്. മയിലും, കാട്ടുപന്നിയുണ്ട്, മയിലുണ്ട്, പിന്നെ കുരങ്ങുകളുണ്ട്. പന്നി ഉണ്ടെന്ന് പറയുന്നു, ഞാൻ അതുവരെ കണ്ടിട്ടില്ല. വലിയ ചെറിയ കാട് തന്നെ ഉണ്ട് അവിടെ. കാടുണ്ട്. പോവാം. അതിലെ കാർ ഏതെടുക്കേണ്ടി എടുത്തോ.
കാറ് റേസായിട്ട് പണ്ടേ ഉണ്ട്. അപ്പോൾ അത്തരം കാറുകളൊക്കെ പണ്ടേ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടായതാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മലപ്പുറത്ത് നമുക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ഇപ്പോൾ നമ്മൾ കാർ ഇപ്പോൾ ബുക്ക് ചെയ്ത് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. ബുക്ക് ചെയ്താൽ തന്നെ പിന്നെ 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ വെയിറ്റ് ചെയ്യണം നല്ല കാറൊക്കെ കിട്ടണമെങ്കിൽ. അത് ഇവിടുത്തെ കാറുകൾ ഹിന്ദുസ്ഥാനും അതുപോലെ അംബാസഡറും Fiat ഒക്കെയാണ് ആ പറയുന്നത്. അല്ലാത്ത കാറുകൾ വിദേശത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അന്ന് STCയിൽ മറ്റേ ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകൾ നമ്മൾ ലേലത്ത് പിടിക്കണം. അപ്പം നമ്മൾ ലേലത്തിന് പിടിക്കാനൊന്നും പോകാറില്ല. ഒരുപാട് കാർ ബ്രോക്കർമാർ ഉണ്ടായിരുന്നു ആ കാലത്ത്. മഞ്ചേരി, മലപ്പുറം ഒക്കെ എണ്ണപ്പെട്ട പ്രസിദ്ധരായ കാർ ബ്രോക്കർമാരുടെ ഓഫീസുകളുണ്ടായിരുന്നു. അവരൊക്കെ വലിയ VIPs ആണ്. അപ്പോൾ ചില കാർ ബ്രോക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഥലത്തെ ദിവ്യന്മാരാണ്. മലപ്പുറത്ത് അങ്ങനത്തെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞാനായിട്ട് നമ്മുടെ ഷോപ്പിൽ എപ്പോഴും വരെ ഇവരുണ്ടാവും. കാരണം കാറിൻ്റെ ഭ്രമമുള്ള ആളുകൾ, ചെറുപ്പക്കാർ ആളുകളൊക്കെ നമ്മുടെ അവിടെ കൂടും, പലരും വരും. അപ്പോൾ വന്നിട്ട് ആ കാർ അങ്ങോട്ട് ഈ കാർ ഇങ്ങോട്ട്, എന്നിട്ട് പിന്നെ പോയി എക്സ്ചേഞ്ച് മാറ്റങ്ങൾ പിന്നെ ഒക്കെ ഉണ്ടാവും. മഞ്ചേരി ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു പ്രസിദ്ധനായ ആൾ, എന്താ പേര്? കുഞ്ഞാമാക്ക അല്ലേ? മലപ്പുറത്തുള്ള ബത്തക്ക ഹംസ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പോയി നോക്കുക, എക്സ്ചേഞ്ച് പുതിയത് വാങ്ങിയെടുത്ത് അപ്പം തന്നെ കൊണ്ടുവന്നിട്ട് വർക്ക്ഷോപ്പിൽ നമുക്കായിട്ട് എന്ന് പറയുന്ന പോലെയാണ് മലപ്പുറത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായി. നാരായണൻ, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നാരായണനല്ലേ? കാറ് വാങ്ങിയിട്ട് കൊണ്ടിട്ട് കൊടുക്കും. എംബസി ഉദ്യോഗസ്ഥന്മാർ ഡൽഹി കൊണ്ടുവരുന്ന കാറ് അവർ 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ അവർ ലേലം ചെയ്യും. ആ കാറാണ് ഇവർ വാങ്ങിക്കൊടുത്ത് നമുക്ക് തരുന്നത്. അതിവിടെ കൊണ്ടുവന്ന് ഇപ്പം ഇതേപോലെയൊക്കെ മനോഹരമായ കാറാക്കി മാറ്റും. ഇറങ്ങി ടൗണിലൂടെ പോകുമ്പോൾ എല്ലാവരും നോക്കും, എവനൊന്നും നോക്കാത്തവരുണ്ടാവില്ല. അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ടായിരുന്നു. അത് ഒരു കാലം മുഴുവൻ അതായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാ മോഡൽ ബെൻസും മിക്കവാറും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ബെൻസിൻ്റെ പഴയ മോഡൽ, പിന്നെ അതിന് മോഡൽ മാറുമ്പോൾ അത് അങ്ങനെ പോകും. അന്ന് ബുക്ക് ചെയ്ത് പുതിയത് അങ്ങനെ വാങ്ങുന്ന പതിവില്ല. നല്ല കാറ് എവിടെയെങ്കിലും കണ്ടാൽ അത് വാങ്ങുകയാണ് ചെയ്യുക. ഏതിനെവിടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് വരില്ല, ഈ ഒരു വണ്ടി ഞാൻ വിൽക്കില്ല, ഇതിനോട് എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഉണ്ട്. എൻ്റെ അടുത്ത് വളരെ കാലമുള്ള ഒരു ബെൻസ് ഉണ്ടായിരുന്നു. ആ ബെൻസ് ഇപ്പോഴും ഉണ്ട്. ഞാൻ തിരിച്ചു വാങ്ങാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിൽക്കല്ല, അത് ഞാൻ ഒരാൾക്ക് കൊടുത്തു. പിന്നെ ഒരു വീക്ക് മൊമെന്റിലേ ആ കാർ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്ത്. ഞാൻ പല പ്രാവശ്യം 2-3 പ്രാവശ്യം മത്സരിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത മണ്ഡലത്തിൽ അവിടെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പിന്നെ അതങ്ങനെ അങ്ങ് പോയി. പക്ഷെ ആ വണ്ടി എനിക്കൊരു ആ ബെൻസ് വളരെ കാലം ഞാൻ ഉപയോഗിച്ച ബെൻസ് ആയതുകൊണ്ട് ഇപ്പോഴും അതിനോടൊരു സെന്റിമെന്റ് ഉണ്ട്. തോട്ടത്തിലെത്തി. സ്ഥിരമായിട്ട് നടക്കാൻ വരുന്ന ഫാം ഹൗസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഈവനിങ്ങിൽ ഇവിടെയാണ് അധികം. അപ്പൊ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ആളെ നിർത്തിയേക്കുവാണോ? ഇത് മുഴുവൻ ചെയ്യാൻ വേണ്ടി ഇതില് നമ്മുടെ കൈവച്ച മരങ്ങളൊക്കെ ഉണ്ടോ ഇതില്? പിന്നെ ഇഷ്ടം പോലെ ഇത് ഈ കാണുന്ന ഊതുമരമാണ്. ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചതാ. ഇവിടെ ഉള്ളതൊക്കെ ആ രീതിയിലാണ് ഉള്ള സാധനങ്ങൾ. ഇത് ഊതാണത്, ഊതുമരം. ഇതെല്ലാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്താൽ ശരിയാവില്ല. അവർ പറഞ്ഞത് കറക്റ്റാണ്. ആസാമിലെ വെതറാണ് പിന്നെ ഇതിന് നല്ലത്. ഇവിടെ ഞാനിതൊരു വലിയ ഇവിടെ അങ്ങനത്തെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട്. ആ കൂട്ടത്തിൽ ഊതും വെച്ചു എന്നേ ഉള്ളൂ. ഈ ചെറുതായിരിക്കുന്ന സമയത്ത് ഇപ്പം 4 വയസ്സിൽ വാപ്പ മരിക്കുക, അതിനുശേഷം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മ പോയി. അപ്പം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരേണ്ടി വന്ന ഒരാളാണ് താങ്കൾ. ഒരുപക്ഷെ ജീവിതത്തിൽ ഈ കാണുന്ന ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസ്ഡ് സ്കിൽസൊക്കെ ശരിക്കും അങ്ങനെ അന്ന് ഒറ്റയ്ക്കായി പോയതുകൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയതാണോ? അല്ല, അതിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ വളരെ ചെറുതൊക്കെ പിന്നെ ഗ്രഹിക്കാൻ, ഇതൊക്കെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത പ്രായത്തിൽ നമുക്ക്
പിതാവൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിപ്പോൾ അങ്ങനെ അത് ആ നഷ്ടത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള വളർച്ച പോലും നമുക്കായിട്ടില്ല. മദറാണെങ്കിൽ 9ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ 10ലേക്ക് ജയിച്ച ആ സമയത്തും പോയി. 10ാം ക്ലാസ്സിലാകുമ്പോൾ പോയി. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു സീരിയസ് ആയിട്ട് പിന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ തറവാട്ടിൽ എൻ്റെ ഫാദറിനും ഡയറക്റ്റ് ബ്രദേഴ്സൊന്നുമില്ല. പക്ഷെ നാട്ടുകാരുണ്ടല്ലോ, നാട്ടുകാരും അതുപോലെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ സ്നേഹത്തോടു കൂടി കാണുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഗ്രാമമല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ അനാഥത്വമൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ 2-3 ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി വളരാനുള്ള ഒരു ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എങ്ങനെ പിന്നെ വന്നു എന്ന് വെച്ചാൽ അതൊക്കെ ഒരുമാതിരി എന്താ പറയുക, താനേ സംഭവിച്ച കാര്യങ്ങളാണ്. കോഴി പാത്തയാണോ? അതെല്ലാം ഉണ്ട്. പാത്തയുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ എത്ര മുട്ട കിട്ടും? എനിക്ക് അതിൻ്റെ കണക്കറിഞ്ഞൂടാ. എന്നാലും മുട്ട കിട്ടില്ലേ? അത് കിട്ടും. അത് വിൽപ്പന ഒന്നുമില്ല. പക്ഷേ ഈ കോഴിയെ രാജുണ്ട് അവരോട് ചോദിക്കാം. അതായത് നമ്മൾ ഒരു സാധനം തേങ്ങ ഒഴിച്ച് ബാക്കിയൊന്നും വെക്കാറില്ല. തേങ്ങ പിന്നെ പരമ്പരാഗതമായിട്ട് വിൽക്കുമല്ലോ. വേറെ ഒരു സാധനം, കോഴിമുട്ട, കോഴി. വൈഫ് വയനാടാണല്ലോ, ഓരോ സ്ഥലത്താണ്. ഇവിടെ നിന്നെല്ലാം കാണും. ഇവിടെ ഫുൾ കാണാല്ലേ? മയില്. സാറ് തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വീട്ടിലേക്ക് പിള്ളേർ അടുത്തുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും കളിക്കാൻ വരിക, വീട്ടിൽ കിടക്കാനായിട്ട് രാത്രി ആൾ വരിക. അപ്പോൾ എപ്പോഴും ആളുകളുള്ളൊരു സ്ഥലത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ സൗഹൃദങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നിരിക്കണം. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു ഇവരെല്ലാവരും നഷ്ടപ്പെട്ടൊരു സമയത്തൊക്കെ ചേർത്ത് നിർത്തിയ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ധാരാളമുണ്ട്. ഗ്രാമത്തിലാണ് നമുക്ക് ഈ പിന്നെ ഗ്രാമത്തിൽ തറവാട്ടിലെ കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അവിടെ സ്കൂൾ ഡേയ്സിൽ പിന്നെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മളിപ്പോൾ പിന്നെ കോളേജിലും മറ്റുമൊക്കെ പോയി വെക്കേഷനിൽ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടും. അവരൊക്കെ ഇപ്പോഴും ഫ്രണ്ട്സാണ്. ഇപ്പോഴും കണ്ട വലിയ കാര്യമാണ്. ഇപ്പോഴും ഒരുമിച്ച് കൂടാറുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു കൂട്ടുകാരി, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, തിളങ്ങുന്ന പ്രാസംഗികനാണ്. ആ സമയത്ത് തട്ടമിട്ട ഒരു മുഖം, ഒരു കൂട്ടുകാരി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, വളരെ യാദൃച്ഛികമായിരിക്കാം. ഉണ്ടായിട്ടില്ല. അതിനുള്ള അവസരം കൊടുത്തില്ല. ഒരുപാട് കൂട്ടുകാരികൾ ഇങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ അല്ലാതെ പ്രത്യേക ഒരു കൂട്ടുകാരി ഉണ്ടായിട്ടേ ഇല്ല. അത് ഇങ്ങോട്ടൊരു കൂട്ടുകാരിക്ക് വന്ന് പറയാനുള്ള സാഹചര്യം കൊടുക്കാത്തതുകൊണ്ടാണോ രാഷ്ട്രീയ പ്രസംഗത്തിനിടയിൽ നോക്കാൻ സമയം കിട്ടാൻ? സത്യം പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടിയില്ല. കാരണം ഈ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കോളേജിൽ പോയി തിരിച്ചു വന്ന് അപ്പം തന്നെ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ബിസിനസ് തുടങ്ങി. ബിസിനസ് ഫ്ലറിഷ് ചെയ്ത് വളരെ ബിസി ആയിട്ടിരിക്കും. ബോംബെ യാത്ര അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇലക്ഷൻ നിൽക്കണം. മുനിസിപ്പൽ ചെയർമാൻ 2.5 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് MLA ആയി. വളരെ ഹൈ സ്പീഡാണ് അതൊക്കെ. ടൈമില്ല, തീരെ സമയമില്ല. മുനിസിപ്പൽ ചെയർമാനായി 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ മലപ്പുറത്ത് MLA ആയി. MLA ആയി 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മന്ത്രിയായി. അതും പുറക്ക് അസംബ്ലി പാർട്ടി ലീഡറായി. പിന്നെ അങ്ങനെ പിന്നെ മൃദുല വികാരങ്ങൾക്കൊന്നും അധികം സമയമില്ല. ഒരു പക്ഷേ ഇത്രയും സ്പീഡ് അല്ലായിരുന്നെങ്കിൽ സുഹൃത്തുക്കളുടെ പ്രണയങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ ധാരാളം. അപ്പൊ ജീവിതത്തിൽ പ്രണയിച്ചിട്ടില്ല? ഉമ്മുക്കുൽസു ജീവിതത്തിലേക്ക് വരേണ്ടതാണ് പ്രണയം. അങ്ങനെ ഓർക്കത്തക്ക രീതിയിലില്ല. പ്രണയത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചാൽ എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? ചില അതിർവരമ്പുകളൊക്കെ മതപരമായി ഒക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണല്ലോ. കോളേജിൽ പഠിക്കുന്ന സമയത്തും ഇത്രയും സൗമ്യനായിരുന്നോ? കയ്യാങ്കളി, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രകോപനങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അടി കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അത്യാവശ്യം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. സർ സെയ്ദ് കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടടിക്കടിയിൽ പെട്ട് കണ്ണിൽ മുളക് പൊടിയൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ മറ്റേ വശമില്ല. ഞാൻ ഈ പൊക്കിരിത്തരത്തിന് പോയിട്ടേ ഇല്ല.
എല്ലാ കാലത്തും ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞ സൗമ്യം തന്നെയാണ്. ഓ ഞാൻ അങ്ങനെ വിഷയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ അനുവദിക്കാതെ നിൽക്കുന്ന ഒരാളാണ്. വയലൻസ് ഒരു കാര്യത്തിൽ ഒരു നിലക്കും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഏത് ടൈപ്പ് ഓഫ് സിനിമകളാണ് കൂടുതൽ? സിനിമയിൽ എനിക്ക് നല്ല കഥകൾ, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ചരിത്രമാണ്. ഓരോ സംഭവങ്ങളൊക്കെ ആസ്പദമാക്കി പിന്നെ വരുന്ന ഹൈ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പല ആവർത്തി കാണും. ബാഹുബലി പോലത്തെ. മയില്. ആ മയിലെത്തി ഞാൻ ബാഹുബലിയുടെ അടുത്ത് വെച്ചിട്ട് മയിലിലേക്ക് എത്തി. മയിൽ പ്രേമിൽ വരും. അത് ഇത് ഒരു മയിലാണോ അതോ പല മയിൽ വരുമോ ഇവിടെ? മയിലും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് മഴ വരുമ്പോ ഇങ്ങനെ വിടർന്ന് അതൊക്കെ ചെയ്യും. ഭാഗ്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് പോകാൻ പറ്റൂലേ? പീലി വിടർത്തും. ഓ പീലി വിടർത്തി എന്ത് ഭംഗിയായിരിക്കും. ഞാൻ